2024 ജനുവരി 5-ന് അമേരിക്കയിലെ പോർട്ട്ലാൻഡ് എയർപോർട്ടിൽ നിന്നും കാലിഫോർണിയയിലേക്ക് 174 യാത്രക്കാരുമായി പുറപ്പെട്ട അലാസ്കിയൻ എയർലൈൻസ് ടേക്ക് ഓഫ് ചെയ്ത് പറന്നു തുടങ്ങിയപ്പോഴേക്കും പുറകുവശത്ത് ഒരു ഭാഗം തെറിച്ചു പോവുകയും ആ ഭാഗത്തുള്ള 2 പാസഞ്ചർ സീറ്റുകൾ പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും ചെയ്തു. വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ സീറ്റിലേക്ക് ബുക്ക് ചെയ്ത 2 യാത്രക്കാരും എന്തോ പ്രത്യേക കാരണം കൊണ്ട് എയർപോർട്ടിലെത്താൻ വൈകുകയും അവർക്ക് ഫ്ലൈറ്റ് മിസ്സാവുകയും ചെയ്തു. ഈ ഒറ്റ കാരണം കൊണ്ടാണ് വലിയൊരു വിമാന ദുരന്തം ഒഴിവായിപ്പോയത്. ഇംഗ്ലീഷിൽ ബേൺഡ് ടോസ്റ്റ് തിയറി എന്നൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രെഡ് അബദ്ധവശാൽ കരിഞ്ഞു പോവുകയും മറ്റൊരു ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം എടുക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയം, ഇങ്ങനെ ഒരു എക്സ്ട്രാ ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നു, ഓഫീസിൽ എത്താൻ വൈകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വൈകിയ കാരണം കൊണ്ട് തന്നെ എന്തോ ഒരു വലിയ ദുരന്തം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം നമുക്ക് വരാൻ പോവുകയോ ചെയ്യുന്നു എന്നൊരു പോസിറ്റീവ് കോൺസെപ്റ്റിനെയാണ്, ചിന്താഗതിയെയാണ് നമ്മൾ ബേൺഡ് ടോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എവറി ടൈം യു ഫീൽ ദാറ്റ് യു ആർ ഫേസിംഗ് ഫെയിലിയർ, trust the process. You are either being protected or being propelled towards something better for you.